ഫ്രണ്ട്സ് എല്ലാവർക്കും മല്ലൂക്കസ് മാസ്റ്ററിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗൈസ്. ഗൈസ് നമ്മളിന്ന് വന്നിരിക്കുന്നത് നമുക്കിന്ന് വ്യാഴാഴ്ച ആയിട്ട് ഒരു അപ്ഡേറ്റ് ഉണ്ടായിരുന്നു. പേജ് വെർഷൻ 5.3.1. അത് എത്ര 60 MB എത്ര ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എത്രയും ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ നമ്മുടെ ഗെയിം ഓപ്പൺ ആക്കിയിട്ടുണ്ട്. ഗെയിം ഓപ്പൺ ആക്കിയപ്പോൾ തന്നെ ഒരു കിഡിലൻ ഒരു പാക്കാണ് നമ്മുടെ കൊണാമി ഇന്ന് നമുക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ അവർ ജസ്റ്റ് ഒരു ക്ലൂ ഒക്കെ തന്നായിരുന്നു, ഒരു താറാവിൻ്റെ ചിഹ്നം വെച്ചിട്ട് ഒരു പാക്കാന്നൊക്കെ പറഞ്ഞിട്ട്. ഇന്ന് നമുക്ക് അവർ കൊണ്ടുവന്നിരിക്കുന്ന പാക്കിൽ നമ്മുടെ മെയിൻ പ്ലെയർ നമ്മുടെ അലക്സാണ്ടർ പാറ്റോ തന്നെയാണ്. നിങ്ങൾക്ക് അറിയാലോ, AC മിലാൻ ബ്രസീലിലൊക്കെ ഒരു ലെജൻഡാണ്, ഒരു കിഡിലൻ സ്ട്രൈക്കർ ആയിരുന്നു ആള്. അപ്പോൾ എന്തായാലും പാറ്റോനാണ് കൊണ്ടുവന്നിരിക്കുന്നത്. കിഡിലൻ കാണാണ്ടോ, ഇറ്റാലിയൻ ലീഗ് അറ്റാക്കേഴ്സ് കൊണ്ട് പാറ്റോൻ്റെ ഒപ്പം തന്നെ 2 കിഡിലൻ സ്ട്രൈക്കേഴ്സിനൂടെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ പറഞ്ഞാൽ നമ്മളുടെ ഡെൽപ്യൂർ ആണ്. ഡെൽപ്യൂർ വന്നിരിക്കുന്നത് മൂവ്മെൻറ്റ് ഡ്രിബിളിംഗ് പ്ലസ് ബ്ലിറ്റ്സ് കേളറാണ്. അപ്പോൾ ഡെൽപ്യൂർ അറിയാലോ, നമ്മുടെ ഗെയിമിൽ തന്നെ ബെസ്റ്റ് ബ്ലിറ്റ്സ് കേൾ കാർഡ്സ് ഉള്ളത് നമ്മുടെ ഡെൽപ്യൂറൊക്കെയാണ്. അപ്പോൾ കിടിലൻ കാർഡാണ്, ഒരു രക്ഷയില്ല. അതും ഗോൾ പോച്ചർ കാർഡായിട്ടാണ് ഇപ്രാവശ്യം നമ്മുടെ ഡെൽപ്യൂറിനെ അവർ കൊണ്ടുവന്നിരിക്കുന്നത്. കിടിലൻ കാർഡ് ഔട്ട് എന്തായാലും. അപ്പോൾ എന്തായാലും അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് അഡ്രിയാനെ അവർ അവൈലബിലിറ്റിയുണ്ട്. അഡ്രിയാന വന്നിരിക്കുന്നത് ബുള്ളറ്റ് ഹെഡർ പ്ലസ് ലോ സ്ക്രീമർ. സംഭവം വേറെ നല്ല. അഡ്രിയാന വന്നിരിക്കുന്നത് ഗോൾ പോച്ചറാണ്. അപ്പോൾ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നത് നമ്മുടെ പെസ്റ്റ് കാലഘട്ടമാണ്. പെസ്റ്റിൽ അഡ്രിയാന എനിക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതുപോലൊരു കിടുക്കാച്ച സാധനം അന്നും ഈ സെയിം ജേഴ്സിയിൽ കൊണ്ടുവന്നൊരു പാക്കായിരുന്നു, നമുക്ക് ഓർമ്മ ഉണ്ടല്ലോ. അതൊരു കിടിലൻ പാക്കായിരുന്നു. എന്താ പറയുക, അടി പറഞ്ഞാൽ 1.5 അടിയുടെ വാലൊക്കെ അടിച്ചു പൊളിക്കുന്ന ഒരു പണ്ടത്തെ കാലഘട്ടമാണ്. അത് പറഞ്ഞിട്ട് കാര്യം ഇപ്പോഴത്തെ ആൾക്കാർക്ക് അതെങ്ങനെ ഫീൽ അവർക്ക് അറിയില്ല. അന്നൊക്കെ അഡ്രിയാനോടെ കാർഡ് എക്സ്പീരിയൻസ് ചെയ്തവർക്ക് വല്ലാത്തൊരു ഫീലിനായിരിക്കും അത്. അഡ്രിയാനോ 22 വയസ്സിൽ അഡ്രിയാനോ നമ്മുടെ ഇന്റർ മിലാൻ്റെ 2004-05 സീസണത്തെ കാർഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും അഡ്രിയാനോ വന്നിരിക്കുന്നത് ബുള്ളറ്റ് ഹെഡർ ലോ സ്ക്രീമർ സ്കില്ലാണ്. അതുപോലെ തന്നെ പാറ്റോ വന്നിരിക്കുന്നത് നമ്മുടെ ആക്സേഷൻ ബൂസ്റ്റ് എന്ന സ്കില്ലാണ്. മൂപ്പര് വന്നിരിക്കുന്നത് ഗോൾ പോച്ചർ കാർഡാണ് കേട്ടോ. അപ്പോൾ എന്തായാലും 3 കിടിലൻ കാർഡാണ്. അപ്പോൾ നിങ്ങളിത് സ്പിൻ ചെയ്ത് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ സ്പിൻ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുമെന്ന് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ എന്തായാലും മെയിൻ അക്കൗണ്ടിൽ പോകാൻ ചാൻസ് കുറവാണ്. ഓക്കെ, ഓൾറെഡി സ്ട്രൈക്കേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ളതാണ്. കൂടുതൽ അധികം പറ്റി ഉണ്ടാക്കി വെച്ചിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ എന്തായാലും നോക്കി നോക്കാം. ഇവരുടെ സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു വീഡിയോ നമുക്ക് സെറ്റ് ചെയ്യാൻ ഇൻസ്റ്റാഗ്രാമിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ. പിന്നെ നമുക്ക് ജെ ലീഗിൻ്റെ ഒരു പാക്ക് വന്നിട്ടുണ്ട്. അത് ആസ് യൂഷ്വൽ നെക്ക ക്യാമ ഒക്കെ ആക്കി അത് എല്ലാ ആഴ്ചവും വരെ കൊണ്ടുവരുന്നതാണ് തന്നെയാണ്. പിന്നെ ബ്രസീൽ ലീഗിൻ്റെ കുറച്ച് പ്ലേസ് വന്നിട്ടുണ്ട്. അപ്പോൾ ബ്രസീലിയൻ ബെറ്റാണോ പറഞ്ഞിട്ട്. അതിൽ നമ്മുടെ ഫ്ലെമിംഗോൻ്റെ ഒരു പ്ലെയർ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് പ്ലേയേഴ്സാണ്. ഇത് നോക്കണ്ട, 100 പ്ലേയേഴ്സാണ്. 4 ഷോർട്ട് ടൈം ഉണ്ട് അതിൽ. അപ്പോൾ അത് കറക്കി കഴിഞ്ഞാൽ കിട്ടേണ്ടവർക്ക് കിട്ടും, അത്ര ഞാൻ പറയുള്ളൂ. 10,000 ഫുൾ വൈപ്പാകാം. അതുപോലെ തന്നെ നമുക്ക് പ്ലെയർ ഓബ്ജക്റ്റിൽ വന്നിരിക്കുന്നത് യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പ് പറഞ്ഞിട്ട് ലോങ് റൺ കേളറായിട്ട് ചൗമനി ഉണ്ട്. അതുപോലെ തന്നെ 5G സ്പിരിറ്റ് പറഞ്ഞിട്ട് സൊർലോത്ത് ഉണ്ട്. പിന്നെ ഫസ്റ്റ് ടൈം ഷോട്ട് മാർക്കിനസ്. നമ്മൾ ഓൾറെഡി പിടിച്ച് തരുന്നു. അതിൻ്റെ ഒപ്പം തന്നെ ഉഷിമി വന്നിട്ടുണ്ട്, ബോട്ട്മാൻ വന്നിട്ടുണ്ട്, ലൊക്കാട്ടലി, അങ്ങനെ കുറച്ച് പ്ലേയേഴ്സ്. വലിയൊരു ഇത് പറയാനില്ല, എന്നാലും കുഴപ്പമില്ല. ഇതിൽ മെയിനായിട്ട് നമുക്ക് ബോട്ട്മാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സെൻറ്റർ ബാക്കാണ്, അടിപൊളിയാണ് സംഭവം. പിന്നെ ചൗമനി മാർക്കിനസ് ഉഷിമിനൊക്കെ വെറുത്താണ് ഇതിൽ. എന്തായാലും സ്പിന്നിലൊക്കെ സ്പിൻ ചെയ്യാനേ പറയുള്ളൂ, അല്ലാണ്ട് അത്രയ്ക്ക് വലിയ ക്വാളിറ്റിയൊന്നുമില്ല. എന്നാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ഇന്ന് കറക്കിയിട്ടാരെ കിട്ടിയ കമൻറ്റ് കേട്ടോ. അതുപോലെ തന്നെ സാധാ പ്ലെയർ ഓഫ് ദി നോക്കുകയാണെങ്കിൽ നമുക്കിതിൽ എമാല് വന്നിട്ട് കഴിഞ്ഞ ആഴ്ച നമ്മുടെ VRL ഹാട്രിക് അടിച്ചിട്ടുണ്ടായിരുന്നു. ഫുൾ ഫിംഗറാണ് വന്നിരിക്കുന്നത്. അതുപോലെ തന്നെ സെലിബ വന്നിട്ട് ആളൊരു കിടില സ്പീഡി സെൻറ്റർ ബാക്ക് തന്നെയാണ്. അപ്പോൾ ഈ പാക്കത്ത് ഒരു വൃത്തി കാർഡ് വേണമെങ്കിൽ പറയാം, സെലിബ എമാലും. അതുപോലെ തന്നെ നമുക്ക് ബർക്കോളോ വന്നിട്ടുണ്ട്. ബർക്കോളോ വന്നിരിക്കുന്നത് ഗോൾ പോച്ചർ കാർഡ് തന്നെയാണ്. സ്പീഡ് ആക്സലേഷനും ഉണ്ട്, ഫിനിഷിങ്ങിൻ്റെ റിയൽ ലൈഫ് പോലിനായിരിക്കും മിക്കവാറും. അതുപോലെ തന്നെ എക്കിറ്റിക്ക് വന്നിട്ടുണ്ട്, ബ്രൂണോ ഫെർണാണ്ടസ് വന്നിട്ടുണ്ട്, ലുക്കാക്ക് വന്നിട്ടുണ്ട്. ഇത് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാക്കാണ് കേട്ടോ. അപ്പോൾ പ്ലെയർ ഓഫ് ദി വീക്കൊക്കെ സ്പിൻ ചെയ്യാൻ എടുത്തു വെക്കണവർക്ക് ഇത് നല്ലൊരു പാക്കാന്ന് ഞാൻ പറയും. അത്യാവശ്യം കുഴപ്പമില്ലാത്ത കാർഡ്സ് ഇതിലുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾ സ്പിൻ ചെയ്ത് ജസ്റ്റ് കാർഡ് കമൻറ്റ് ചെയ്യാം. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം അവൈലബിൾ ആയിരിക്കും നമ്മുടെ ഫെർമിൻ ലോപ്പസിൻ്റെ ഷോർട്ട് ടൈം കാർഡാണ്. അപ്പോൾ ഫ്രീ ഫെർമിൻ ലോപ്പസ് ആണ് ഫോർ റീച്ചിങ് ഡിവിഷൻ 1. അപ്പോൾ ഡിവിഷൻ 1 അടിക്കുക, വേൾഡ് റാങ്ക് ഒരു 10 ലക്ഷത്തിനുള്ളിൽ കയറാൻ നോക്കുക. നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ലോ സ്ക്രീമർ ഫെർമിൻ ലോപ്പസിന് ഇട്ട് ഒരു 103 ഓവർ റേറ്റിംഗ് ആണ് ഫെർമിൻ ലോപ്പസ് ആണ്. അപ്പോൾ ലോ സ്ക്രീമർ ആണ്. അപ്പോൾ എന്തായാലും ആൾ വന്നിരിക്കുന്നത് ഡെമ്മി റണ്ണർ ആയിട്ടാണ് കേട്ടോ. ആൾ മെയിൻലി അറ്റാക്കിങ് ഫോക്കസ് ചെയ്യണ ഒരു പ്ലെയർ ആണല്ലോ. അപ്പോൾ ഡെമ്മി റണ്ണർ ഫെർമിൻ ലോപ്പസ് എന്തായാലും അടിപൊളിയായിരിക്കും. നിങ്ങളെന്തായാലും ട്രൈ ചെയ്യ്. ടോപ്പ് 10 കയറാൻ കുറേ പേര് കയറുന്നുണ്ട്, കുറേ പേര് കയറണില്ല. എന്തായാലും എല്ലാവരും ട്രൈ ചെയ്യട്ടോ. പിന്നെ ബാഴ്സ ഫാൻസൊക്കെ എന്തായാലും ട്രൈ ചെയ്യും, നിങ്ങളുടെ പ്ലെയർ ആണല്ലോ. അപ്പോൾ എന്തായാലും കിട്ടുന്ന സ്റ്റാറ്റ്സ് ഒക്കെ ഇരിക്കും മുമ്പേക്ക് വരുന്നത്. അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് തന്നെ വരുന്നുണ്ട് കേട്ടോ. ഡബിൾ ടച്ച് വേണ്ടിയാണ് എല്ലാം ഉണ്ട്. ഷൂട്ടിംഗ് സ്കില്ലൊക്കെ ഉണ്ടാവും. ലോങ് റേഞ്ച് ഒക്കെ അടിക്കാൻ കിട്ടില്ലാണ്. ലെഫ്റ്റ് ഫുട്ട് റൈറ്റ് ഫുട്ട് കൊണ്ടൊക്കെ അടിക്കുകൾ. ഇവിടെ പിന്നെ ആണ്ടോ ഈ ഫുട്ട് ആക്രസി ഒക്കെ വരിക ഹൈയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്യ്. പിന്നെ നോക്കുകയാണെങ്കിൽ നോമിനേറ്റിംഗ് വന്ന് റോൾ ചേഞ്ചസ് ഉണ്ട്. അതായത് അവരവരുടെ പൊസിഷൻ അല്ലാണ്ട് അവർ വേറെ പൊസിഷൻ വിട്ട് കളിക്കില്ലേ. അതിലാണ്. പക്ഷേ ഇതിൽ നമ്മുടെ വാൽവെർഡേ ഇല്ല. അതെന്ത് ചതിയാണല്ലേ, വാൽവെർഡേ ഇല്ലേ, കുഴപ്പമില്ല. അതിൽ സബോസ്ലൈം വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ റാഫേലിയോ വന്നിട്ടുണ്ട്, അറോഹ വന്നിട്ടുണ്ട്, CF കാർഡ്, മുന്നത്തെ CF കാർഡും അറിയാലോ. പിന്നെ ട്രിങ്കാവ് AMF കാർഡ് വന്നിട്ടുണ്ട്. പിന്നെ ഡോർഗു വന്നിട്ടുണ്ട്.
പിന്നെ നമ്മുടെ കോഫ്മേനേഴ്സ്. സോ അങ്ങനെ കുറച്ച് പ്ലേസ് ഉണ്ട്. എംബാപ്പയുടെ അനിയുണ്ട്. അപ്പോൾ ഇത് സെസ്കോൻ്റെ തന്നെയാണ്. എന്തായാലും ഇതിൽ നമ്മുടെ റൈറ്റ് ബാക്ക് സപ്പോസിലെ അടിപൊളിയായിരിക്കും. റാഫേലിയോ അറോഹോ ഒക്കെ സീൻ തന്നെ ആയിരിക്കും. എന്നാലും അത്ര എഫക്റ്റീവ് നോമിനേറ്റിംഗ് ആണോ വെച്ചാൽ അല്ല എന്ന് പറയും. വെറുതെ അവന്മാർ എന്തെങ്കിലും കൊണ്ടുവരണ്ടേ, അതിൻ്റെ പേരിൽ കൊണ്ടുവന്നില്ല. വലിയ പ്രത്യേകിച്ചൊന്നും കൊണ്ടുപോയിട്ടില്ല. അല്ലാണ്ട് പിന്നെ നോക്കുമ്പോൾ നമ്മുടെ AFC ചാമ്പ്യൻസ് ലീഗിൻ്റെ ACL ACL ഇഞ്ചറി ഉള്ള പ്ലേയേഴ്സാണ് ഫുള്ള് തോന്നുന്നുണ്ട്. സോ ഹെർണാണ്ടസ് വന്നിട്ട് ഫുൾ ബാക്ക് ഫിനിഷറായിട്ട്, പിന്നെ ജോ ഫെലിക്സ് വന്നിട്ട്. അണ്ണനില്ല. അണ്ണൻ മെയിനായിട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ACL അധികം കളിക്കാറില്ല ഇപ്പോൾ, കാരണം സെക്കൻഡ് ടയർ ആണല്ലോ. പിന്നെ കുറച്ച് പ്ലേയേഴ്സൊക്കെ വന്നിട്ടുണ്ട് ഗൈസ്. ഇതൊക്കെയാണ് സംഭവം. എടുത്ത് പറയാൻ ഒന്നുമില്ല, നമ്മളിത് സ്ഥിരം പറയണോണ്ട് നമുക്കൊരു ഒന്നും കൊണ്ടുവന്നിട്ടില്ല. കൊണാമീന് മാനേജർ പാക്ക് ഒന്നുമില്ല. ഇനിയിപ്പോൾ അടുത്ത മെയിൻ അപ്ഡേറ്റിൽ നോക്കിയാൽ മതി, എന്തെങ്കിലുമൊക്കെ കൊണ്ടുവരണ്ട് ഇങ്ങനെ, അത്ര പറയുള്ളൂ. നല്ലൊരു പാക്ക് ഉണ്ട്, അത് നമ്മൾ സമ്മതിച്ചു കൊടുക്കണം. നല്ലൊരു പാക്കാണ് അവർ കൊണ്ടുവന്നിരിക്കുന്നത്. അത് കൊണ്ടെടുക്കൽ ബുദ്ധിമുട്ടൊന്നുമില്ല. എന്തായാലും കിടിലൻ പാക്കാണ്. ഇറ്റാലിയൻ ലീഗ് അച്ചാക്കേസ് കേട്ടോ. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്ക്. പിന്നെ നോക്കുകയാണെങ്കിൽ നമുക്ക് ഇപ്രാവശ്യം ലീഗ് കളിച്ച് കിട്ടിയ ഡേവിഡ് ഡിഗെ ടീമിലെടുത്തിട്ടുണ്ട്. സോ അത്യാവശ്യം കിടിലൻ കാർഡാണ് കേട്ടോ ഡേവിഡ് ഡിഗയുടെ വന്നിരിക്കുന്നത്. അപ്പോൾ ഡേവിഡ് ഡിഗെ 35 വയസ്സ് ഡേവിഡ് ഡിഗെ ആണ്. കിടിലൻ സ്റ്റാറ്റ്സ് ഒക്കെ വരുന്നുണ്ട് മൂപ്പർക്ക്. അറ്റാക്കിംഗ് ഗോൾ കീപ്പറാണ്. സ്റ്റാറ്റ് പീസ് ഒക്കെ നല്ല സ്റ്റാറ്റ്സ് ഉണ്ട് കേട്ടോ, അത്യാവശ്യം നല്ല സ്റ്റാറ്റ്സ് ഉണ്ട്. എന്തായാലും നിങ്ങൾക്ക് കിട്ടിയിട്ട് താഴെ കമൻറ്റ് ചെയ്യട്ടോ. അതുപോലെ തന്നെ ഗോൾ കീപ്പിംഗ് ആണ് ആൾക്ക് ബൂസ്റ്റർ കൊടുത്തിരിക്കുന്നത്. ലോ പോണ്ടൊക്കെ ഉണ്ട് മൂപ്പർക്ക്. പ്രോഗ്രഷൻ അത് കാണിച്ചുതരാം. ഇതാണ് ഞാനിപ്പോൾ കൊടുത്തിരിക്കുന്ന കറണ്ട് പ്രോഗ്രഷൻ. സോ ഇത് വെച്ചിട്ടാണ് പ്രോഗ്രഷൻ കൊടുത്തിരിക്കുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്ക്. റിസൾട്ട് ഇട്ട് ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ. പിന്നെ നോക്കുകയാണെങ്കിൽ ഇനിയിപ്പോൾ എടുത്ത് പറയാനുള്ളത്, നമുക്ക് ഈ വരുന്ന തിങ്കളാഴ്ച നല്ലൊരു പാക്കാണ് നമ്മുടെ കൊണാമി കൊണ്ടുവരുന്നത് കേട്ടോ. സോ പാക്ക് ഏതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റാമ്പ് വരുന്നുണ്ട്. അവൻ്റെ മാൻചെസ്റ്റർ യുണൈറ്റഡ് ലെജൻഡല്ലോ, അതൊരു കിടിലൻ പ്ലെയറാണ് സ്റ്റാമ്പ്, സെൻറ്റർ ബാക്ക്. അപ്പോൾ മൂപ്പര് വരുന്നുണ്ട്, ചത്ത് കളിക്കുന്ന പ്ലെയറാണ് സ്റ്റാമ്പ് കേട്ടോ. അതുപോലെ തന്നെ നമ്മുടെ ഫീച്ചർ ചെക്ക് വരുന്നുണ്ട്. ഫീച്ചർ ചെക്കും കിടിലനാണ്. പിന്നെ നമ്മുടെ തോമസ് സംതിങ് മെർലോന് ഒരു പ്ലെയർ ഉണ്ട്, തോമസ് വെച്ച് തുടങ്ങി. നമ്മുടെ ആർസണലിലെ ലെജൻഡാണ് കേട്ടോ, ബെൽജിയം പ്ലെയർ ആണ്. അപ്പോൾ മൂപ്പരും വരുന്നുണ്ട്. ഈ 3 കാർഡും കിടലിനാണ്. 3 അടിച്ചിട്ട് സ്റ്റാമിനും ചെക്കിനും ഒക്കെ അറിയാം. മറ്റാളെ എനിക്ക് വലിയ ഇതില്ല. ഞാൻ ആർസണൽ സപ്പോർട്ട് ചെയ്യുന്ന ആളാണെങ്കിൽ ഞാൻ 2022 തൊട്ട് സപ്പോർട്ട് ചെയ്യണം, എനിക്കറിയാലോ. അപ്പോൾ എനിക്ക് വലിയ കാര്യത്തിൽ ലെജൻസിനെ കാര്യങ്ങളൊന്നും അറിയില്ല അങ്ങനെ. അപ്പോൾ എന്തായാലും നല്ല കാർഡാണ് എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ വന്നുടനെ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ എന്തായാലും ഇന്നത്തെ മെയിൻ പറയുന്നത് ഈ പാക്ക് തന്നെയാണ്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. പിന്നെ ഫ്രീ ഫെർമിൻ ലോപ്പസ് കാര്യങ്ങളൊക്കെ ഉണ്ട്, വേറൊന്നും ഇല്ല എന്നാണ് തോന്നുന്നത്. ഉണ്ടെങ്കിൽ ജസ്റ്റ് താഴെ കമൻറ്റ് ചെയ്യട്ടോ ഗൈസ്. പിന്നെ ഡെയിലി ഗെയിമിലൊന്നുമില്ല, ഒന്നിലൊന്നുമില്ല, അത്രേ പറയാളൂ. എന്തായാലും ഗൈസ്, അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തൊക്കെയാണ്, വിഷ് ലൈക്ക് ചെയ്യുക, ചാനൽ സബ്ബിൽ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതായിരിക്കും ബൈ.